ഇവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കുടിയേറിയതാ, ഒരു 50-55 വർഷമായിട്ട് കാരണന്മാരാണ് ഇവിടെ. അന്നൊന്നും ഇത്രയും ശല്യങ്ങളില്ലായിരുന്നു, ഇപ്പൊ ഭയങ്കര ശല്യങ്ങളാണ്. അന്ന് ഏറ്റുമാടം വലിയ ഒരു ശല്യവും ഇല്ലായിരുന്നു, നിരന്തരം ശല്യങ്ങളാണ് ഭയങ്കര. എല്ലാ മൃഗങ്ങളും, പന്നിയായിട്ടും ആനയായിട്ടും. 1956 നിങ്ങൾ വരുമ്പോ അന്ന് ഇത്ര ശല്യം ഉണ്ടായിരുന്നില്ല? ഇത്രയും ശല്യം ഉണ്ടായിരുന്നില്ല എന്നാ കാരണവന്മാര് പറയുന്നത്. ഇന്നിപ്പോ നിങ്ങൾക്ക് അതിലും വലിയ ശല്യങ്ങളാണ്. ഇപ്പൊ കൃഷിയൊക്കെ എങ്ങനെയാണ്? കൃഷി പോവും, എല്ലാം വാഴ ആയാലും എല്ലാം ചവിട്ടി ഓടിച്ച് എല്ലാം കുത്തിമറിച്ച്, ചക്ക ആയാലും പ്ലാവായാലും കുത്തിമറിച്ച്. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇതും ചെയ്യാൻ പറ്റുന്നില്ല? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ പൂപ്പാറ ഭാഗത്തും തോണ്ടിമല, പന്നിയാറ് എന്തോരം ഡെയിലി സംഭവങ്ങളാണ്. റേഷൻ കടയിലായിട്ടും എല്ലാം അടിച്ച് തകർത്ത് കളയുക. ജീവിക്കാൻ നോക്കൂല. പണിക്കാർക്ക് പണിയാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യം. പോത്തായിട്ടും ആനയായിട്ടും എത്ര പേരാ പോയത്. മൂലത്തറ ഇതൊന്നും പ്രശ്നവുമില്ല. മൂലത്തറ, ചെങ്കല്ലാറ്, ആനയിറങ്ങല ഈ ഭാഗങ്ങളെല്ലാം യാത്ര ചെയ്യാനും പറ്റില്ല. വണ്ടിയെല്ലാം കുത്തിമറിച്ച് രീതിയിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ശരിയാകുകയല്ല, വലിയ പ്രശ്നങ്ങൾ നടക്കും. ഈ വർഷം ഏറ്റവും കൂടുതൽ ഉണ്ടായേക്കണ ഈ വർഷമാണ് 23-24 ഏറ്റവും കൂടുതൽ. സർക്കാരിന്റെ ഭാഗത്ത് ഒരു ന്യായമായ നിങ്ങൾക്ക് അനുകൂലമായ നടപടി ഇല്ലെങ്കിൽ സമരമായിട്ട് തന്നെ മുന്നോട്ട് തന്നെ പോകും. ഇത് രാഷ്ട്രീയം ഒന്നും നോക്കിയല്ല, പൊതുജനങ്ങൾ മൊത്തത്തിലുള്ള സമര പരിപാടി. കാട്ടുമൃഗങ്ങൾക്ക് നീതിയുണ്ട്, മനുഷ്യന് നീതിയില്ല. അത് മാത്രമല്ല, കാട്ടുമൃഗങ്ങളുടെ വഴിത്താരകള് ഇന്ന് മനുഷ്യൻ കയ്യേറിയെന്നാ പറയുന്നത്. ഞങ്ങളുടെ കാരണവന്മാരായിട്ട് മറ്റു നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താമസിക്കുന്നതാ. അപ്പൊ ഞങ്ങൾ അവിടെ പോയി ജീവിക്കും? ഞങ്ങളെ പഴയ സ്ഥലത്തേക്ക് എന്നിരുന്ന് അവിടെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുമോ? ഇല്ലല്ലോ. അതുപോലെ ഞങ്ങള് ടാക്സും അത് വീട്ടുകാരുമായിട്ടും കെട്ടിട നികുതിയായിട്ടും എല്ലാം ഞങ്ങളാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ്, മൃഗങ്ങളല്ല. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ ഞങ്ങൾ പറഞ്ഞു വിടുന്നത്. അപ്പം ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങൾക്ക് നീതി കിട്ടണം, അതാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. കാട്ടുപന്നിയായിട്ടും കാട്ടുപോത്തായിട്ടും പിന്നെ പാമ്പായി, പട്ടിയായി, പഴുതാരയായി എല്ലാമായിട്ട് ഇപ്പൊ ഒന്നും മനുഷ്യന് ജീവിക്കാൻ മേലാത്തൊരു സാഹചര്യം. നികുതി പണം കൊണ്ടാണ് കാറിൽ സഞ്ചരിക്കുന്നത്. ഞങ്ങൾ റോഡിൽ നടന്നു പോകുന്നവർക്ക് പട്ടി കടിക്കുന്നതും പുലി പിടിക്കുന്നതൊക്കെ അവര് പുറത്തിറങ്ങി നടക്കുന്നില്ല. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മക്കളോ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ ഉദ്യോഗസ്ഥരുടെ മക്കളോ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരോ കാട്ടാനയുടെ മുമ്പിൽ ചെന്ന് ചാടുന്നത് ഇവിടുത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഒരു രാഷ്ട്രീയ നേതാക്കളുടെയും മക്കള് ആന ചവിട്ടിക്കൊന്നിട്ടില്ല. ഒരു മെയിൻ ഉദ്യോഗസ്ഥന്മാരുടെയും മക്കള് ആന ചവിട്ടിക്കൊന്നിട്ടില്ല. ഇവര് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നത്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു മാസം 20,000 രൂപ വെച്ച് ശമ്പളം കൂട്ടിയാലും 5 വർഷം കൊണ്ട് ഈ 10 ലക്ഷം രൂപ വരും. ഒരുത്തന്റെ ആയുസ് 5 വർഷമാണോ? അല്ലല്ലോ. അപ്പൊ ഈ 10 ലക്ഷം രൂപ എന്ത് കാട്ടുനീതിയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന്റെ മരണത്തിന് കൊടുക്കുന്ന വില? നമ്മൾ 20,000 രൂപ വെച്ച് മാസം കണക്കൂട്ടിയാലും പൈറ്റ് 2,40,000 രൂപ ഒരു വർഷം വരും. അത് 2 ലക്ഷം എന്ന് കൂട്ടിയാൽ തന്നെ 5 വർഷം കൊണ്ട് ഈ 10 ലക്ഷം രൂപ വരും. അപ്പോൾ ഇവരെന്ത് നീതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മനുഷ്യന് ഈ വിലയിട്ടേക്കുന്നത്? ഒരാനയെ നോക്കാൻ പാടില്ല, ഒരാനയെ കല്ല് വെച്ചെറിയാൻ പാടില്ല, കാട്ടുപന്നി വന്ന് അതിനെ ഓടിക്കാൻ പാടില്ല. ഇതുങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതുങ്ങളുടെ ഹിസ്റ്ററി മുഴുവൻ പരിശോധിക്കും. ആ ആനയാണോ കുത്തിക്കൊന്നത്, അല്ലെങ്കിൽ ആ കാട്ടുപോത്താണോ കുത്തിക്കൊന്നത്, ഇത് നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വയനാട്ടിൽ നമ്മൾ കണ്ടല്ലോ, ഒരു ആന ഇറങ്ങി ഒരാളെ വീട്ടിൽ കയറി ചവിട്ടിക്കൊന്നിട്ട് പോയി. ആ ആന ഇന്ന് വരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല. ആ ആനയ്ക്ക് വേണ്ടി, ആ ആനേനെ പിടിക്കാൻ വേണ്ടി ഇന്ന് വരെയും മുടക്കിയേക്കുന്ന പൈസ കോടികളായിരിക്കും. അവിടെ മരിച്ച മനുഷ്യന് കൊടുത്തേക്കുന്ന വെറും 10 ലക്ഷം രൂപയാ. അതും ചെക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് മാറി കിട്ടിയോന്ന് ഇനി പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലെ മുടക്കാനും നശിപ്പിച്ച് കളയാനും ഇവിടുത്തെ സാധാരണക്കാരന്റെ ടാക്സ് പൈസയുണ്ട്. ഞങ്ങളെ പോലുള്ളവര് ഒരു മുട്ടായി മേടിച്ചാലും ടാക്സ് കൊടുക്കുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശമ്പളം കിട്ടുന്നത് സാധാരണക്കാരന്റെ ടാക്സിൽ നിന്നാണ് ശമ്പളം കിട്ടുന്നത്. അവരതിൽ നിന്നാണ് ടാക്സ് കൊടുക്കുന്നത്, അല്ലാണ്ട് അവരുടെ കാശല്ല. സാധാരണക്കാരന്റെ കാശ് കൊണ്ടാണ് ഉദ്യോഗവൃന്ദവും രാഷ്ട്രീയ നേതാക്കളും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തെരഞ്ഞെടുത്തവര് ജനങ്ങൾക്ക് വേണ്ടി നിന്നില്ല എങ്കിൽ ജനത്തിന്റെ വഴി ഇനി നോക്കാൻ ആരംഭിക്കും. എനിക്ക് 48 വയസ്സേ ഉള്ളൂ. എനിക്ക് എന്റെ മക്കളെ ഇവിടെ വളർത്തണ്ടേ, ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് ഇവിടുന്ന് മക്കളെ തല്ലിക്കൊന്ന് ഒന്നുകിൽ കാട്ടുമൃഗങ്ങളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടുക. അതാണ് വനമന്ത്രി ചെയ്യേണ്ടത്. അല്ലാണ്ട് അവിടെ ഇരുന്നിട്ട് ഞഞ്ഞാമഞ്ഞ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. വനത്തില് തീറ്റയില്ല, വെള്ളമില്ല, വനത്തില് ഒന്നുമില്ലാത്തതുകൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങണതാ. വനത്തില് കാട്ടുമൃഗങ്ങൾക്കാണേലും എന്നാത്തിനാണേലും കാട്ടിൽ തന്നെ ആഹാരങ്ങൾ കൊടുക്കാനുള്ള സംവിധാനം ചെയ്യട്ടെ. അതാണ് അതിന്റെ വകുപ്പ്.